പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 9 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ അതിനുവേണ്ടി എന്നും കുറച്ചു സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു മേഖലയിൽ നമുക്ക് എപ്പോഴും ഒരു ആത്മവിശ്വാസം എപ്പോഴും കൂടുതലായിരിക്കുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്നും നമ്മൾ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇന്ന് ജനുവരി 9, നമുക്ക് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: തൃശൂർ ക്രൗണ്ട് ചാമ്പ്യൻസ് അറ്റ് കേരള സ്കൂൾ കലോത്സവം. കേരള സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ചാമ്പ്യന്മാരായി. മിക്കവാറും എല്ലാ പത്രങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ് തൃശൂർ ക്രൗണ്ട് ചാമ്പ്യൻസ് അറ്റ് കേരള സ്കൂൾ കലോത്സവം. തൃശൂർ ജില്ല, കേരളത്തിന്റെ സാംസ്കാരിക ജില്ലയായിട്ടുള്ള തൃശൂരിനെ കലോത്സവത്തിൽ കിരീടം കരസ്ഥമാക്കാൻ സാധിച്ചു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1008 പോയിന്റുമായി സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല ഏത്? തൃശൂർ ജില്ല. ഈ പ്രാവശ്യത്തെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം ഇത് 63ാമത്തെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവമായിരുന്നു. ഇതിലാണ് തൃശൂർ ജില്ല ഗോൾഡൻ കപ്പ് നേടിയിട്ടുള്ളത്, സ്വർണ്ണക്കപ്പ് നേടിയിട്ടുള്ളത്. ഈ ഒരു കലോത്സവത്തിലാണ് തൃശൂർ ജില്ല സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയിട്ടുള്ളത്. 1008 പോയിന്റ് ആണ് നേടിയിട്ടുള്ളത്. 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1007 പോയിന്റുമായി 2ാം സ്ഥാനം നേടിയ ജില്ല ഏത്? പാലക്കാട് ജില്ല. 1008 പോയിന്റാണ് തൃശൂർ ജില്ലയ്ക്ക്. തൊട്ടുപുറകെ ഒരേ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ പാലക്കാട് ജില്ല, അതായത് 1007 പോയിന്റ് ആണ് പാലക്കാട് ജില്ലയ്ക്കുള്ളത്. 63ാമത്തെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാട് ജില്ല 2ാം സ്ഥാനത്ത്, 1ാം സ്ഥാനത്ത് തൃശൂർ ജില്ല, 3ാം സ്ഥാനത്ത് കണ്ണൂർ, 4ാം സ്ഥാനത്ത് കോഴിക്കോട്. 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം 2024 ജനുവരി 4 മുതൽ ജനുവരി 8 വരെ എവിടെയാണ് നടന്നത്? തിരുവനന്തപുരം ജില്ല. 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം ഇത് നടന്നിട്ടുള്ളത് ജനുവരി 4 മുതൽ ജനുവരി 8 വരെയായിരുന്നു. ഇന്നലെയായിരുന്നു ഇതിന്റെ സമാപനം. ഈ ഒരു പ്രോഗ്രാം നടന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. തൃശൂർ ജില്ല ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയപ്പോൾ 2ാം സ്ഥാനത്ത് പാലക്കാട് ജില്ല. 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 171 പോയിന്റുമായി 1ാം സ്ഥാനം നേടിയ സ്കൂൾ ഏതാണ്? BSG ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ. പാലക്കാട് ജില്ലയിൽ ആലത്തൂരുള്ള BSG ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് 171 പോയിന്റ്സ് നേടിക്കൊണ്ട് 63ാമത്തെ കേരള സ്റ്റേറ്റ് സ്കൂൾ ആർട്ട് ഫെസ്റ്റിവലിലെ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത്. അതായത് സ്കൂളിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ള ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ അത് പാലക്കാടുള്ള BSG ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഫസ്റ്റ് ഹ്യൂമൻ ഡെത്ത് ഫ്രം H5N1 ബേർഡ് ഫ്ലൂ ഇൻ ലൂസിയാന. ലൂസിയാനയിൽ H5N1 പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മനുഷ്യൻ മരിച്ചു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. ഇന്റർനാഷണൽ ലെവലിലെയാണ് എങ്കിൽ പോലും H5N1 ബേർഡ് ഫ്ലൂ ഇത് ആഗോളതലത്തിൽ ഉള്ള ഒരു അസുഖമാണ്. ബേർഡ് ഫ്ലൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു മനുഷ്യൻ ലൂസിയാനിൽ മരിച്ചു. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അമേരിക്കയിൽ വളരെ രോഗകാരിയായ പക്ഷിപ്പനി HPAI അഥവാ H5N1 മൂലമുള്ള ആദ്യത്തെ മനുഷ്യമരണം 2025 ജനുവരി 6 എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? ലൂസിയാന. അമേരിക്കയിൽ ആദ്യത്തെ ഒരു മരണമാണ് H5N1 എന്ന ഈ ഒരു പക്ഷിപ്പനി മൂലം ഉണ്ടായിട്ടുള്ളത്. ഇത് ലൂസിയാന എന്ന സ്ഥലത്താണ് ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ ജനുവരി 6 അമേരിക്കയിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കേസ്, അതായത് മനുഷ്യൻ മരിക്കുന്നത്. 2025 ജനുവരിയിൽ ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനത്തിലാണ് HPAI H5N1 വൈറസ് ബാധിച്ച് 3 കടുവകളും ഒരു പുള്ളിപ്പുലിയും മരിച്ചത്? നാഗ്പൂരിലെ ബാലാസാഹിബ് താക്കറെ ഗോർവാഡ ഇന്റർനാഷണൽ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിൽ ഈ അടുത്ത് മരണം സംഭവിച്ചിട്ടുള്ള 3 ടൈഗേഴ്സ്, അതുപോലെ തന്നെ ഒരു ലെപ്പേർഡ്, പുള്ളിപ്പുലി, ഇത് നടന്നിട്ടുള്ളത് ബാലാസാഹിബ് താക്കറെ ഗോറേവാഡ ഇന്റർനാഷണൽ സുവോളജിക്കൽ പാർക്ക് ആണ്. HPAI H5N1 വൈറസിന്റെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വർഷം ഏത്? 1959 സ്കോട്ട്ലാൻഡിൽ. 1959 ആദ്യമായിട്ട് സ്കോട്ട്ലാൻഡിൽ ഈ ഒരു കേസ്, അതായത് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് HPAI ഹൈലി പാത്തോജനിക് ഏവിയൻ ഇൻഫ്ലുവൻസ് എന്ന് പറയപ്പെടുന്ന ഹൈലി പാത്തോജനിക് ഏവിയൻ ഇൻഫ്ലുവൻസ HPAI എന്നറിയപ്പെടുന്ന H5N1 എന്ന ഈ ഒരു പക്ഷിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്
1959 ഇന്ത്യയിൽ HPAI H5N1 വൈറസിന്റെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വർഷം ഏത്? 2006 ജനുവരിയിൽ. ഇപ്പൊ മഹാരാഷ്ട്രയിലാണ് 2006 ജനുവരിയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ HPAI, അതായത് ഹൈലി പാത്തോജനിക് ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന H5N1 എന്ന വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആഗോളതലത്തിലാണെങ്കിൽ സ്കോട്ട്ലാൻഡിലാണ് 1959. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് 23rd ദിവ്യ കലാമേള ടു ബി ഓർഗനൈസ്ഡ് അറ്റ് അക്കോഡ സ്റ്റേഡിയം, വഡോദര, ഗുജറാത്ത്. ഗുജറാത്തിലെ വഡോദരയിലെ അക്കോഡ സ്റ്റേഡിയത്തിൽ 23ാമത് ദിവ്യകലാമേള സംഘടിപ്പിക്കും. ഇപ്പൊ 23ാമത്തെ ദിവ്യകലാമേളയാണ് വഡോദരയിൽ. ഈ അടുത്ത് 22ാമത്തെ ദിവ്യകലാമേള നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 23ാമത് ദിവ്യകലാമേള 2025 ജനുവരി 9 മുതൽ 19 വരെ എവിടെ നടക്കും? അക്കോഡ സ്റ്റേഡിയം, വഡോദര, ഗുജറാത്ത്. ഗുജറാത്തിലെ വഡോദര ജില്ലയിൽ അക്കോഡ സ്റ്റേഡിയത്തിലാണ് ജനുവരി 9, അതായത് ഇന്ന് മുതൽ 19 വരെ 23ാമത്തെ ദിവ്യകലാമേള നടക്കാൻ പോകുന്നത്. ആദ്യത്തേതും 22ാമത്തേതുമായ ദിവ്യകലാമേള എവിടെയാണ് നടന്നത്? ന്യൂഡൽഹി. ദ ഫസ്റ്റ് ആൻഡ് 22nd ഇത് നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. ഇപ്പോൾ 23ാമത്തേതാണ് വഡോദരയിൽ. 2022 മുതൽ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഏത് വകുപ്പാണ് ദിവ്യകലാമേള സംഘടിപ്പിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. വികലാംഗരുടെ ശാക്തീകരണ വകുപ്പ്, ദിവ്യാംഗൻ. വിഷ്വലി ഇംപേർഡ് അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവ്യകലാമേള സംഘടിപ്പിക്കുന്നത്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ദിവ്യാംഗൻ എന്ന് പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. ദിവ്യകലാമേള ആരംഭിച്ച വർഷം എന്ന് പറയുമ്പോൾ 2022 ആണ്. ഇന്നിപ്പോൾ 2025 23ാമത്തെ ദിവ്യകലാമേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് ആരംഭിക്കുന്നത്. അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അവരുടെ ആ ഒരു ഉന്നമനത്തിന് വേണ്ടി തന്നെ ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ജോൺ ഡ്രാമനി മഹാമ സ്വോൺ ഇൻ ആസ് ഘാനാസ് പ്രസിഡന്റ്. ഘാനയുടെ പ്രസിഡന്റായി ജോൺ ഡ്രാമനി മഹാമ സത്യപ്രതിജ്ഞ ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 7 മൂന്നാം തവണ ഘാനയുടെ പ്രസിഡന്റായി ആരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ജോൺ മഹാമ. ജോൺ മഹാമ എന്നറിയപ്പെടുന്ന ജോൺ ഡ്രാമനി മഹാമ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഘാനയുടെ പ്രസിഡന്റ് ആകുന്നത്. ഈ കഴിഞ്ഞ ജനുവരി 7 ജോൺ മഹാമ ഘാനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഘാന ഒരു റിപ്പബ്ലിക്കൻ രാജ്യമായത് ഏത് വർഷത്തിലാണ്? 1960 ജൂലൈ 1 ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സദേൺ ആഫ്രിക്കൻ രാജ്യമാണ് ഘാന. ഈ രാജ്യം 1960 ജൂലൈ 1 ഒരു റിപ്പബ്ലിക്കൻ രാജ്യമായിട്ട് മാറിയിട്ടുള്ളത്. ഘാനയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? കോമെ എൻക്രൂമ. 1960 ജൂലൈ 1 ഘാന ഒരു റിപ്പബ്ലിക്കൻ രാജ്യമായപ്പോൾ ആ സമയത്ത് ഘാനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ഖോമ എൻക്രൂമ. 1957 ബ്രിട്ടന്റെ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് മോചിതനായ ആദ്യത്തെ സബ് സഹാറൻ രാജ്യം ഏതാണ്? ഘാന. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ഘാന. 1957 ഘാന സ്വതന്ത്രമായിട്ടുള്ളതും 1960 ജൂലൈ 1 ഘാന റിപ്പബ്ലിക്കൻ രാജ്യമായിട്ട് മാറിയിട്ടുള്ളതും. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സബ് സഹാറൻ എന്ന ആ ഒരു രാജ്യങ്ങളിൽ ആദ്യത്തെ ഒരു രാജ്യമാണ് ഘാന ഒരു സ്വതന്ത്രമായിട്ടുള്ള രാജ്യം. സബ് സഹാറൻ എന്ന് പറഞ്ഞാൽ സഹാറ മരുഭൂമിയുടെ സദേൺ ഭാഗത്ത് വരുന്ന എല്ലാ രാജ്യങ്ങളെയും സബ് സഹാറൻ രാജ്യം എന്നാണ് പറയപ്പെടുന്നത്. സഹാറ മരുഭൂമി കഴിഞ്ഞാൽ പിന്നെ വരുന്ന പച്ചപ്പ് ഇതെല്ലാം ഉള്ള ഒരു രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ സബ് സഹാറൻ രാജ്യങ്ങളാണ്. ഇതിലെ ആദ്യത്തെ രാജ്യമാണ് ഘാന 1957 ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ലാസ്റ്റ് ഹെഡിംഗ് ആണ് ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ ബഹാദൂർ സിംഗ് സാഗു ഇലക്ടഡ് ആസ് AFI പ്രസിഡന്റ്. ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ ബഹാദൂർ സിംഗ് സാഗു AFI പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നലത്തെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയായിരുന്നു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്?
ബഹാദൂർ സിംഗ് സാഗു. AFI എന്നറിയപ്പെടുന്ന അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആണ് ബഹാദൂർ സിംഗ് സാഗു. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ സെക്രട്ടറി ആരാണ്? സന്ദീപ് മേത്ത. സന്ദീപ് മേത്തയാണ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി. മുമ്പ് അമച്വർ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏത് വർഷത്തിലാണ് രൂപീകൃതമായത്? 1946. അതായത് ഇപ്പോഴത്തെ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ AFI, ഇതിന്റെ മുമ്പത്തെ പേരാണ് അമച്വർ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. 1946 AFI അതായത് അമച്വർ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപീകൃതമായിട്ടുള്ളതും പിന്നീട് അതിന്റെ പേര് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. ഇന്നിപ്പോൾ AFIയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രസിഡന്റ് ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വന്നിട്ടുള്ളത് ബഹാദൂർ സിംഗ് സാഗു ആണ്. അതിന്റെ സെക്രട്ടറി സന്ദീപ് മേത്ത. പുതിയ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ് ബഹാദൂർ സിംഗ് സാഗു 1992 ഏത് കായിക ഇനത്തിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്? ഡിസ്കസ് ത്രോ. അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ബഹാദൂർ സിംഗ് സാഗു 1992 ഏഷ്യൻ ഗെയിംസിൽ ഡിസ്കസ് ത്രോയിൽ ചാമ്പ്യനായി. അദ്ദേഹമാണ് ഇപ്പോഴത്തെ AFIയുടെ പ്രസിഡന്റ്. 1946 രൂപീകൃതമായിട്ടുള്ള ഒരു സംഘടനയാണ് AFI. അന്നത്തെ പേരാണ് അമച്വർ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റം നമ്മൾ എപ്പോഴും നമ്മളുടെ കോമ്പറ്റീഷനിലും എവിടെയും നമുക്കൊരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയുള്ളൂ. ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.